റഷ്യയുമായുള്ള യുദ്ധം പടിവാതിക്കലിൽ എത്തി നിൽക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകിയ നാറ്റോ ചീഫ് മാർക്ക് റുട്ടെ ഒരു പ്രതിരോധത്തിന് തയ്യാറെടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതല്ലെങ്കിൽ തങ്ങളുടെ മാതാപിതാക്കളും അവരുടെ മുൻ തലമുറയും അഭിമുഖീകരിച്ച രീതിയിലുള്ള വലിയ വെല്ലുവിളി അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നു. വ്യാഴാഴ്ച ബെർലിനിൽ സംസാരിക്കവേ റുട്ടെ പറഞ്ഞത് മിക്ക നാറ്റോ അംഗങ്ങളും റഷ്യയിൽ നിന്നുള്ള ഭീഷണി അവഗണിക്കുകയാണെന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഉടൻ തന്നെ പ്രതിരോധ മേഖലയിലെ ചെലവ് വർദ്ധിപ്പിക്കണമെന്നും വ്ളാഡിമിർ പുടിനെ പിന്തിരിപ്പിക്കുന്നതിനായി ആയുധ നിർമ്മാണം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. റഷ്യയുടെ അടുത്ത ലക്ഷ്യം യൂറോപ്പ് ആയിരിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാലം യൂറോപ്പിനൊപ്പമാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിലും സത്യം അതല്ലെന്നും റുട്ടെ പറഞ്ഞു. പ്രവർത്തന നിരതരാകാനുള്ള സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ റഷ്യ നാറ്റോയ്ക്കെതിരെ സൈനിക ശക്തി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ഉടനടി പ്രതിരോധ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൽ ഭൂഖണ്ഡത്തെ നാശത്തിലേക്ക് നയിച്ച ഒരു യുദ്ധകാലത്തിന്റെ ആവർത്തനമാകും യൂറോപ്പിന് അഭിമുഖീകരിക്കേണ്ടി വരിക എന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾക്ക് പിന്തുണ നൽകുന്ന 30ഓളം രാജ്യങ്ങളുമായി ഒരു അടിയന്തര ചർച്ചയ്ക്കായി വ്ളാഡിമിർ സെലൻസ്കി ഒരുങ്ങുന്നതിനിടയിലാണ് നാറ്റോ മേധാവിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയവരുടെ പ്രതിനിധികളും യുക്രൈന്റെ സുഹൃത്ത് രാജ്യങ്ങളുടെ യോഗത്തിൽ വീഡിയോ ലിങ്ക് വഴി പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. പെട്ടെന്നൊരു പരിഹാരമുണ്ടാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തിനിടയിൽപ്പെട്ട് സമ്മർദ്ദം അനുഭവിക്കാതിരിക്കാനാണ് സെലൻസ്കി ഇത്തരത്തിൽ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. സ്വന്തം സുരക്ഷ തന്നെ അപകടത്തിലായിരിക്കുകയാണെന്ന വാദം ഉയർത്തി യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഈ സമാധാന ശ്രമത്തിന് പിന്തുണ നൽകുന്നുണ്ട്. കൂടുതൽ കർക്കശമായ നിബന്ധനകളോടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ താനും യൂറോപ്യൻ നേതാക്കളുമായി നിരന്തരം ഫോണിലൂടെ ചർച്ച ചെയ്തതായി ട്രംപ് കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ സെലൻസ്കി കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ അധിനിവേശം നടത്തിയ യുക്രൈൻ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഇത്തരമൊരു മറുപടി നൽകിയത്. എന്നാൽ അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയില്ല. അതേസമയം സമാധാനത്തിനുള്ള ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്രമം അദ്ദേഹം പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുന്നതിനാൽ അദ്ദേഹം ഏറെ അസ്വസ്ഥനാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾക്ക് പിന്തുണ നൽകുന്ന 30ഓളം രാജ്യങ്ങളുമായി ഒരു അടിയന്തര ചർച്ചയ്ക്കായി വ്ളാഡിമിർ സെലൻസ്കി ഒരുങ്ങുന്നതിനിടയിലാണ് നാറ്റോ മേധാവിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്.